Hi friends, welcome back to Zia Vlogs. ഇന്ന് ചിക്കൻ പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് 75 ഗ്രാം ചിക്കനാണ് ഉള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് അതുപോലത്തെ കഷ്ണാക്കിയിട്ട് എടുത്തിക്കണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് ഫുഡ് കളർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ആ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഡോ നല്ല സോഫ്റ്റ് ആവും. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ല, അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതാണ്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറെ കാര്യം, ബട്ടർ യൂസ് ചെയ്യണമെങ്കിൽ ബട്ടറാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റ് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഡോ ആക്കി മാറ്റാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ കൈമ ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ എണ്ണ ആക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഓയിൽ യൂസ് ചെയ്യണം കേട്ടോ. മാവ് കുഴച്ചിട്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നന്നായി കുഴച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി പിസ്സയിലേക്ക് ടൊമാറ്റോ പ്യൂരിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. ഇത്ര ടൊമാറ്റോസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായതാണ്, അതുകൊണ്ട് ഇത്ര ചെറുത്. ആദ്യം കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഞങ്ങളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റൗവിൻ്റെ മേലെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ചൂടായാൽ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൊരിഞ്ഞ് വന്നാൽ അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇടാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ.
ഫുഡ് കളർ യൂസ് ചെയ്യുമ്പോൾ സോൾട്ട് ഇല്ലാത്ത ഫുഡ് കളർ നോക്കിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇത് 2 പാർട്ടാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പരത്തി എടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ പരത്തി എടുക്കാം കേട്ടോ. ഏത് പാത്രത്തിൽ വെച്ചിട്ട് അത് ബേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഈ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് അളവിൽ തന്നെയാണ് കേട്ടോ പരത്തിയെടുത്തത്. ഇനി അതൊരു ഫോർക്ക് വെച്ച് നന്നായി കുത്തി കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കും വേണം. ഇനി അതിൻ്റെ മുകളിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാത്തവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലായിടത്തേക്കും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ഓനിയൻ വെച്ച് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കവും വെച്ച് കൊടുക്കാം. അതോടൊപ്പം അതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം.
പിസ്സ ബേക്ക് ചെയ്യാൻ ആദ്യം അടി കട്ടിയുള്ളൊരു പാത്രം സ്റ്റവിൻ്റെ മേലെ വെക്കുക. ഇനി അതിൻ്റെ മേലെ പിസ്സ ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. 20 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. നമുക്ക് അതിൻ്റെ ഇടയിൽ നോക്കാം. അപ്പോൾ പിസ്സ ബേക്ക് ചെയ്ത് കഴിയേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതായിക്കണോ നോക്കാം. അപ്പോൾ പിസ്സ നന്നായി ആയിട്ടുണ്ട്. അടി കരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊന്ന് അടി ഒന്ന് പൊന്തിച്ച് നോക്കണം ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഇത് നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. പിസ്സ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ ഇടാത്തതാണ് കേട്ടോ. രണ്ട് നന്നായി പെർഫെക്റ്റ് ആയി വന്നു. പക്ഷെ മൊസറല്ല ചീസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് പകരം സ്ലൈസ് ചീസ് വെച്ചോട്ട് പണിപ്പാളി.